ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടെക് ട്യൂട്ടോറിയൽ മലയാളം. സോ നമ്മളിന്ന് പറയാൻ പോകുന്നത് നമുക്കൊരു വീഡിയോ എങ്ങനെ ക്രോപ്പും പാനാൻസും എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്കപ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ആദ്യം തന്നെ പറയാൻ പോകുന്നത് നമുക്കൊരു വീഡിയോ എങ്ങനെ ക്രോപ്പ് ചെയ്യാമെന്നാണ്. സോ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രിവ്യൂ കാണാൻ സാധിക്കും. ഞാനൊരു ഫുൾ സ്ക്രീൻ വീഡിയോയെ എങ്ങനെ ക്രോപ്പ് ചെയ്ത് ഇങ്ങനെ ആക്കി എന്നാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഏത് വീഡിയോ ആണോ ക്രോപ്പ് ചെയ്യേണ്ടത് അത് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുക. സോ ഞാൻ ഈ വീഡിയോ ആണെന്ന് ഓപ്പൺ ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങളിത് ടൈം ലൈനിലോട്ട് ഡ്രാഗ് ചെയ്തിടുക. അതിനുശേഷം നിങ്ങൾക്ക് ഇത് എവിടെയാണോ ഈ ക്രോപ്പ് ചെയ്ത് കിട്ടേണ്ടത് അത്രയും ഭാഗം നിങ്ങളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുക. സോ എൻ്റെ ക്രോപ്പിംഗ് അവസാനിക്കേണ്ടത് എവിടെയാണ്. സോ ഞാൻ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഈ രണ്ട് പാർട്ടിൽ നിന്നും ഈ പാർട്ട് ഇവിടെ നിന്ന് സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. സോ ഇനി ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ഇത് എങ്ങനെ നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യാമെന്നാണ്. അതിനുവേണ്ടി നിങ്ങൾ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് ക്ലിക്ക് കൊടുത്തിട്ട് ക്രോപ്പ് ആൻഡ് സൂമിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് രണ്ട് ടൈപ്പ് ക്രോപ്പ് ചെയ്യാവുന്നതാണ്. ഒന്ന് നിങ്ങൾക്ക് റേഷ്യോയിൽ ക്രോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമായിട്ടും ക്രോപ്പ് ചെയ്യാം. സോ ഞാൻ നിങ്ങൾക്ക് ആദ്യം തന്നെ റേഷ്യോയിൽ എങ്ങനെ ക്രോപ്പ് ചെയ്യാമെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 16:9 അഥവാ ഫുൾ സ്ക്രീൻ എന്ന റേഷ്യോയിലാണ്. സോ ഞാനിതൊരു 4:3 എന്ന് പറഞ്ഞ റേഷ്യോ ആക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വീഡിയോ എത്രയും ഭാഗം റേഷ്യോ അല്ലെങ്കിൽ ഈ ഫുൾ സ്ക്രീൻ കുറഞ്ഞ് 4:3 എന്ന് പറഞ്ഞ റേഷ്യോയിലായിട്ടുണ്ട്. ഇനി ഞാൻ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത്രയും ഭാഗത്തെ ഫുൾ സ്ക്രീൻ പോയിട്ട് ആ റേഷ്യോയിലായിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതേപോലെ നിങ്ങൾക്ക് കുറേ റേഷ്യോയിൽ കൊടുക്കാം. സോ ഞാനിവിടെ 4:3 കൊടുത്തു. ഇനി അതിനുശേഷം നിങ്ങൾ ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങൾ നിങ്ങളുടെ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഫുൾ സ്ക്രീൻ ആയിട്ടുള്ള വീഡിയോ പെട്ടെന്ന് 4:3 ഒരു റേഷ്യോയിലേക്ക് പോകുന്നു. ഇങ്ങനെയാണ് നമ്മൾ വീഡിയോ നോർമലായിട്ട് റേഷ്യോയിൽ ക്രോപ്പ് ചെയ്യുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഇത് നമുക്ക് എങ്ങനെ നമുക്ക് കസ്റ്റമായിട്ട് ക്രോപ്പ് ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾ ഒന്നുകൂടി ഈ ക്രോപ്പ് ആൻഡ് സൂമിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഈ റേഷ്യോയുടെ ഇവിടെ കാണുന്ന ഈ ബാറിൽ ക്ലിക്ക് ചെയ്തിട്ട് കസ്റ്റമിൽ ക്ലിക്ക് ചെയ്യുക. കസ്റ്റമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രോപ്പിംഗ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ടവർ മാത്രം ക്രോപ്പ് ചെയ്യാൻ പോവാണ്. ടവർ മാത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ കാണുന്ന ഈ ടവർ മാത്രം. അതിനുവേണ്ടി നിങ്ങൾ ഇതിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ആ ഒബ്ജക്റ്റിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഇത് ഇങ്ങോട്ട് സെലക്ട് ചെയ്ത് കൊണ്ടുവന്നാൽ മതി. അതിനുശേഷം നിങ്ങൾ നോക്കി കൊടുക്കുക. ഇനി നിങ്ങൾ നിങ്ങളുടെ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും ഫുൾ സ്ക്രീൻ ആയിട്ടുള്ള വീഡിയോ പെട്ടെന്ന് ആ ടവറിലേക്ക് മാത്രം ക്രോപ്പ് ആയിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ കസ്റ്റമിൽ ക്രോപ്പ് ചെയ്യുന്നത്. സോ ഇപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് ക്രോപ്പിംഗ് പഠിച്ചു. നമുക്ക് എങ്ങനെ റേഷ്യോയിൽ ക്രോപ്പ് ചെയ്യാം, എങ്ങനെ കസ്റ്റമിൽ ക്രോപ്പ് ചെയ്യാമെന്ന്. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമുക്കൊരു വീഡിയോ നിങ്ങൾ കാണാൻ സാധിക്കും, ഇവിടെ പ്രിവ്യൂവിൽ കാണാൻ സാധിക്കും നമ്മൾ പതിയെ സൂമിനാവുകയും പതിയെ സൂം ഔട്ട് ആവുകയും ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ ഈ പ്രിവ്യൂവിൽ കാണാൻ സാധിക്കും. ഇത് നമുക്ക് വണ്ടർഷെയർ ഫിൽമോറക്സിൽ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. അതിനുവേണ്ടി നിങ്ങൾക്ക് ഏത് വീഡിയോ ആണ് അങ്ങനെ ചെയ്യേണ്ടത് അത് നിങ്ങൾ ടൈം ലൈനിലോട്ട് ഡ്രാഗ് ചെയ്തിടാം. അതിനുശേഷം ആ ഭാഗം മാത്രം നിങ്ങളൊന്ന് സ്പ്ലിറ്റ് ചെയ്യുക. അത് എവിടെ നിന്നാണ് തുടങ്ങുന്നത് ഇവിടെ നിന്ന് സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, ഞാനപ്പോൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് പാർട്ടിൽ നിന്നും ഈ പാർട്ട് സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ക്രോപ്പ് ആൻഡ് സൂമിൽ പോകുക. എന്നിട്ട് ഈ പാൻ ആൻഡ് സൂം എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്റ്റാർട്ട് എന്നും എൻഡ് എന്നും കാണാൻ സാധിക്കും. ഈ സ്റ്റാർട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടേക്ക് പതിയെ എൻഡ് ആവുന്ന അല്ലെങ്കിൽ ഇവിടേക്ക് പതിയെ സൂമിൻ ആവുന്നതിനാണ് ഈ സ്റ്റാർട്ട് എൻഡും കൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ പ്ലേ ചെയ്ത് കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും പെട്ടെന്ന് അങ്ങോട്ട് സൂമിൻ ആവുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ നമുക്ക് ഈ സൂമിൻ വേണമെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എങ്ങോട്ട് വേണമെങ്കിലും ആക്കാം. സോ ഞാൻ ഈ ടവറിൻ്റെ ടോപ്പിലേക്ക് അല്ലെങ്കിൽ ഈ ടവറിലേക്കാണ് സൂമിൻ ചെയ്യുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടൊന്ന് ഡ്രാഗ് ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങളുടെ വീഡിയോ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അങ്ങോട്ടേക്ക് മാത്രം നമ്മുടെ വീഡിയോ സൂമിൻ ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് നമ്മളൊരു വീഡിയോ സൂമിൻ ചെയ്യുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഇനി സൂം ഔട്ട് ചെയ്യേണ്ട ഭാഗം അല്ലെങ്കിൽ പുറത്തേക്ക് വരേണ്ട ഭാഗം എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ചുകൂടി വീഡിയോയുടെ അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ബാക്കി കുറച്ചുകൂടി എടുത്തിട്ട് ഈ വീഡിയോ നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോയിൽ കുറച്ചെടുത്തിട്ട് നിങ്ങൾ പിന്നെയും സ്പ്ലിറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഈ മൂന്നിൽ നിന്നും ഈ വീഡിയോ സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ക്രോപ്പ് ആൻഡ് സൂമിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ പാൻ ആൻഡ് സൂമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ കണ്ട പോലെ തന്നെ കാണാൻ സാധിക്കും
ഇനി നിങ്ങൾ ഈ ആരോയിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇതെന്ന് പറഞ്ഞാൽ റിവേഴ്സ് ആവും. സോ നിങ്ങളുടെ സ്റ്റാർട്ട് ഇവിടെ നിന്നും എൻഡ് പോയിന്റ് ഫുൾ സ്ക്രീനിലേക്ക് ആവുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ ഞാനിത് പഴയ പോലെ തന്നെ ഇത് ഈ ടവറിലോട്ട് തന്നെ ആക്കുകയാണ്. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓക്കെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വീഡിയോയുടെ അങ്ങോട്ട് പെട്ടെന്ന് സൂമിൻ ആവുകയും പെട്ടെന്ന് തന്നെ പുറകിലോട്ട് സൂം ഔട്ട് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് നമ്മളൊരു വീഡിയോ പതിയെ സൂമിനും സൂം ഔട്ട് ആകുന്നത്. ഫ്രണ്ട്സ്, ഇനി നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ ചില യൂട്യൂബ് വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവും, മൗസ് കേഴ്സർ കൊണ്ടുപോകുന്നിടത്തേക്ക് പെട്ടെന്ന് സൂമിനാവുകയും പെട്ടെന്ന് സൂം ഔട്ട് ആവുന്നതും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എക്സാമ്പിൾ, ഞാനിപ്പോൾ അതേ ഈ ഓഡിയോയുടെ ബട്ടണിൽ പെട്ടെന്ന് സൂമിൻ ചെയ്യുന്നതും പെട്ടെന്ന് സൂം ഔട്ട് ചെയ്യുന്നതും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതെങ്ങനെ നമുക്ക് വണ്ടർഷെയർ ഫിൽമോറയിൽ ചെയ്യാം എന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ആദ്യം തന്നെ ആ ഫയൽ ഏതാണോ നിങ്ങൾ ആ ഫൂട്ടേജ് ഏത് ഫൂട്ടേജാണോ അങ്ങനെ ചെയ്യേണ്ടത് അത് നിങ്ങൾ നിങ്ങളുടെ ടൈം ലൈനിലോട്ട് ഡ്രാഗ് ചെയ്തിടാം. അതിനുശേഷം ഇത് എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത്, ഇത് എങ്ങോട്ടാണ് ഈ സൂം എപ്പോഴാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അങ്ങോട്ടേക്ക് പോവുക. സോ എൻ്റെ സൂം സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെയാണ്. അതിനുശേഷം നിങ്ങൾ ഈ സ്പ്ലിറ്റിൻ്റെ ബട്ടണിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇത് അവസാനിക്കേണ്ടത് എവിടെയാണോ അവിടെ നിങ്ങൾ ഒന്നുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. സോ അപ്പോൾ ഈ രണ്ട് വീഡിയോയിൽ നിന്നും ഈ വീഡിയോ സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ക്രോപ്പ് ആൻഡ് സൂം പോവുക. എന്നിട്ട് ഇത് മിനിമൈസ് ചെയ്ത് നിങ്ങൾക്ക് ഇത് എവിടേക്കാണോ സൂം ചെയ്യേണ്ടത്, എവിടേക്കാണോ ക്രോപ്പ് ചെയ്യേണ്ടത് അവിടേക്ക് കൊണ്ടുവരിക. സോ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾ ഈ നമ്പർ ഒന്ന് കോപ്പി ചെയ്ത് വയ്ക്കുക. സോ ഞാൻ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ഓക്കെ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നേരെ പോയിരുന്ന വീഡിയോ പെട്ടെന്ന് അങ്ങോട്ട് ക്രോപ്പ് ആവുന്നത്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഒരു ആനിമേഷൻ വന്നിട്ടില്ല. ഈ ആനിമേഷൻ വരാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ക്രോപ്പ് ചെയ്ത വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിലേക്ക് പോകും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങിലേക്ക് വേണ്ട ഈ സ്റ്റാർട്ടിങ്ങിൽ നിന്നും 1 സെക്കൻഡ് പുറകിലോട്ട് നിങ്ങൾ ഈ ബാർ മാറ്റണം. സോ ഇത് 4:15 എന്ന് പറഞ്ഞ ഫ്രെയിമിലാണ്. സോ ഞാൻ ഇവിടെ നിന്ന് 1 സെക്കൻഡ് പുറകിലോട്ടായ 3:15 എന്ന ഫ്രെയിമിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ 3:15 തന്നെ ഫ്രെയിമിലായിട്ടുണ്ട്. അതിനുശേഷം നിങ്ങൾ ഈ ആദ്യത്തെ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഈ സ്പ്ലിറ്റിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ 1 സെക്കൻഡ് ഡ്യൂറേഷനുള്ള ഈ വീഡിയോ ഇവിടെ സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന് ശേഷം ഈ വീഡിയോയുടെ നിങ്ങൾ അവസാനം കൊണ്ടുവരിക. ഈ വീഡിയോയുടെ അവസാനത്തെ ഫ്രെയിമിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അത് ഏകദേശം 9 സെക്കൻഡാണ്. ഇവിടെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1 സെക്കൻഡ് ഫ്രണ്ടിലോട്ട് കൊണ്ടുവരിക. സോ ഞാനിവിടെ 10 സെക്കൻഡാണ് 9 സെക്കൻഡിൻ്റെ കൂടെ 1 സെക്കൻഡ് ആഡ് ചെയ്ത് 10 സെക്കൻഡിലേക്കാണ് കൊണ്ടുവരുന്നത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇവിടെ 10 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഒന്നുകൂടി ഈ സ്പ്ലിറ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും 2 വീഡിയോസ് ഇവിടെ വന്നിട്ടുണ്ട്. 2 വീഡിയോയുടെ സ്പ്ലിറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ ഈ ആദ്യത്തെ വീഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ക്രോപ്പ് ആൻഡ് സൂമിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ പാൻ ആൻഡ് സൂമിൽ പോയിട്ട് ഈ എൻഡിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾ ഞാൻ നേരത്തെ കോപ്പി ചെയ്ത് വയ്ക്കാൻ പറഞ്ഞ ആ നെയിം നിങ്ങൾ ഇവിടെ നിന്ന് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എൻ്റർ അടിച്ചതിന് ശേഷം അത് എവിടേക്കാണോ കൊണ്ടുവയ്ക്കേണ്ടത് അവിടേക്ക് കൊണ്ടുവയ്ക്കുക. അതിനുശേഷം നിങ്ങളൊന്ന് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ഇനി ഞാൻ നിങ്ങൾക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങോട്ടേക്ക് പതിയെ സൂം ആവുന്നത്. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് ഇത് നമ്മൾ സൂം ഔട്ട് എങ്ങനെ ചെയ്യാമെന്നാണ്. അതിനുവേണ്ടി നിങ്ങൾ ആ രണ്ടാമതായിട്ട് വീഡിയോയുടെ നിങ്ങൾ ആദ്യം തന്നെ ക്രോപ്പ് ചെയ്ത് വച്ച വീഡിയോയുടെ 1 സെക്കൻഡ് മുന്നോട്ട് എന്ന് പറഞ്ഞാൽ ആ സ്പ്ലിറ്റ് ചെയ്ത വീഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഒന്നുകൂടി ക്രോപ്പ് ആൻഡ് സൂമിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ പാൻ ആൻഡ് സൂമിൽ പോയതിന് ശേഷം ഈ സ്റ്റാർട്ട് എന്ന് പറയുന്ന ഇത് നിങ്ങൾ ആദ്യം ചെറുതാക്കുക. എന്നിട്ട് ഈ എൻഡ് എന്ന് പറയുന്നത് നിങ്ങൾ ഫുൾ സ്ക്രീൻ ആക്കുക. നിങ്ങളൊന്ന് ഫുൾ സ്ക്രീൻ ആക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അങ്ങനെ ഞാൻ എൻഡ് ഫുൾ സ്ക്രീൻ ആക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾ ഈ സ്റ്റാർട്ടിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ച് തന്നെ ആ കൗണ്ട് തന്നെ ഇവിടേക്ക് പിന്നെ ഒന്ന് പേസ്റ്റ് ചെയ്തിട്ട് എൻ്റർ അടിക്കുക. എന്നിട്ട് ഈ സ്റ്റാർട്ട് പഴയ പോലെ തന്നെ സൂം ഇന്നിൽ വെച്ച സ്ഥലത്ത് തന്നെ സൂം ഇന്നിൽ എൻഡ് വെച്ച സ്ഥലത്ത് തന്നെ ഈ സ്റ്റാർട്ടും കൊണ്ടുവന്ന് വയ്ക്കുക. അതിനുശേഷം നിങ്ങളൊന്ന് ഓക്കെ ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ഇനി നിങ്ങൾ പ്ലേ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അങ്ങോട്ട് സൂമിനായി ഇപ്പോൾ തന്നെ പുറകിലോട്ട് സൂം ഔട്ട് ആവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ
സോ ഇങ്ങനെയാണ് നമ്മൾ സൂമിനും സൂം ഔട്ടും ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇതിലും ഡീറ്റെയിൽ ആയിട്ട് ഇതിലും സൂം കുറച്ചും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തിടുക. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്ത ഫിൽമോറ ട്യൂട്ടോറിയൽ വരുന്നത് വരെ ബൈ.